അറ്റ്ലീസ്റ്റ് ഒരു 20% ആളുകൾ എന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം അങ്ങനെയാണ് എനിക്ക് പ്രോജക്ട്സും കിട്ടുന്നതും പിന്നെ ഞാൻ അന്വേഷിച്ചു പോകുന്നത്. ലൈഫിൽ ഏറ്റവും കൂടുതൽ അപ്ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഫിലോസഫി എന്തായിരിക്കും? Live and let live is good enough. I couldn't cry easily. I still can't cry. So the crying is really acting that you see on screen, actually. Okay. I really can't cry. If I cry, it'll be very rare. That's something that will sort of move me in whatever way that can actually trigger my tear glands. This is only possible by one person, Vineet Srinivas. Definitely. And we are able to still, actually still look out for some good space mutually. And if I collaborate with him again, thankfully, it should be a good script that he's going to write. Obviously, it will be something, there will be a takeaway being his cinema. I always want to be a part of his cinema. കേട്ടിട്ടുണ്ട് ഇപ്പോൾ തമിഴ് സെറ്റിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ മലയാളിയാണെന്നാണ് വിചാരിക്കുക. അതെ, കേരള ആർട്ടിസ്റ്റ്, മലയാളം ആർട്ടിസ്റ്റ് அப்படின்னு சொல்லுவாங்க. எனக்கு பெருமையாக இருக்கும். ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. ജേക്കബിൻ്റെ സ്വർഗരാജ്യം ഇപ്പോൾ അതിൻ്റെ 10th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. വിഷു സമയത്ത് ഏപ്രിലായിരിക്കും. എന്താണ് തോന്നി? ഇപ്പോൾ 10 വർഷം ആയി സിനിമയിൽ ഡെബ്യൂ ചെയ്തിട്ട്. അപ്പോൾ അതും ജേക്കബിൻ്റെ സ്വർഗരാജ്യം പോലൊരു സിനിമ, അതിലെ കഥാപാത്രം മുരളി മേനൻ എന്നുള്ളൊരു ക്യാരക്ടർ ഇപ്പോഴും ആളുകൾ ഓർത്തിരിക്കുന്നൊരു ക്യാരക്ടറാണ്. അതൊരു കരിയറിൽ തന്നെ ഒരു ബ്രേക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടറും കൂടിയായിരുന്നു അല്ല, ഇപ്പോഴും ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു കഥാപാത്രം കൂടിയായിരിക്കുമല്ലോ. അന്ന് ഞാൻ എങ്ങനെയാണ് കണ്ടത്, അന്നത്തെ അനുഭവം, ഒബ്വിയസ്ലി നമ്മൾ പറയുന്ന എല്ലാ ക്ലീഷേഡ് വാക്കുകളും എക്സൈറ്റഡ്, ഹാപ്പി, ഗ്രേറ്റ്ഫുൾ എല്ലാം. പക്ഷെ അത് ഉണർന്നത് ഇപ്പോഴാണ്. അത് ഒരു വല്ലാത്തൊരു ടൈം ഇസ് ജസ്റ്റ് മായ എന്ന് പറയില്ലേ. ഇപ്പോൾ ഈ ഒരു കട്ട് ബാക്ക് ടു ദാറ്റ് ഡേ എന്ന് പറഞ്ഞാൽ, അതായത് സക്സസ് മീറ്റിനോ അല്ലെങ്കിൽ റിലീസിൻ്റെ സമയത്തുള്ളൊരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ സക്സസ് മീറ്റ് ഓൾമോസ്റ്റ് 111 days ആണ് നമ്മൾ ആഘോഷിച്ചത് ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൽ. എല്ലാവർക്കും മെമ്മൻറ്റും തന്ന്. സോ ഇഫ് ഐ കട്ട് ബാക്ക് ദാറ്റ് ടുഡേ റൈറ്റ് നൗ ഫ്രം മൈ പ്രസൻറ്റ് സെൽഫ്, ദാറ്റ് ഈസ് എ വെരി ബിഗ് തിങ് ഫോർ മീ ടുഡേ. ഐ തിങ്ക് അന്നത്തെ ഈ അനുഗ്രഹമാണ് ഇന്ന് വരെ ജേക്കബിൻ്റെ സ്വർഗരാജ്യം ഈസ് ഏബിൾ ടു സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ഇന്ന് വരെ എൻ്റെ മൈലേജ് മലയാള സിനിമയിൽ എന്നെന്നും ജേക്കബിൻ്റെ സ്വർഗരാജ്യമാണ്. അംജദ് ഖാൻ ഇസ് എൻ അമേസിങ് ആക്ടർ, ഹിന്ദി ക്യാരക്ടർ ആക്ടർ, വില്ലൻ ഗബ്ബർ സിംഗ്. നമ്മൾ ഈ ഗബ്ബർ സിംഗ് എന്ന് പറയുന്നത്, അയാൾ എന്ത് റോള് ചെയ്താലും ജീവിതത്തിൽ എത്ര എന്താ പറയുക, മൾട്ടി ടാലൻറ്റഡോ അല്ലെങ്കിൽ വേഴ്സറ്റൈലോ, എത്ര വേഴ്സറ്റൈലായാലും ഗബ്ബർ സിംഗ് ഈസ് ഓൾവേസ് ഗോയിങ് ടു ബി സ്റ്റാൻഡിങ് ദ ടെസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ മുരളി മേനൻ. ഞാൻ എന്ത് ചെയ്താലും, എത്രമാത്രം വേറെ വേറെ സിനിമകളിലും വേറെ വേറെ ക്യാരക്ടേഴ്സും എല്ലാം ചെയ്തിട്ട്, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് സ്റ്റാൻഡ്സ് ലൈക്ക് എ പേപ്പർ വെയ്റ്റ്. തീർച്ചയായിട്ടും എല്ലാവരും ആദ്യം മനസ്സിൽ വരുന്നൊരു ക്യാരക്ടർ അതായിരിക്കും, അല്ലെങ്കിൽ മുരളി മേനൻ എന്നുള്ള ക്യാരക്ടർ ആയിരിക്കും അല്ലേ പെട്ടെന്ന് ഓർക്കുന്നത്. ആ ഒരു എക്സാക്ട് മൊമെന്റ് ഓർമ്മയുണ്ടോ? ആ കോള് വന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണോ ഓപ്പർച്യൂണിറ്റി കിട്ടിയതെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഒരു സീനാണ് ചെയ്തത് അതിൽ. This is something which is not in your hands. The only thing that is in your hands is you continuously just keep giving an effort into a place where it seriously prohibits expectations. കണ്ണടിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. If you come and talk about fairness, that's not fair. Right. Okay. When I see that today, I understand the true value. I truly understand the value of what the time was. Because I can tell you openly that I took that phase a little for granted, because I thought I finally came. I'm here. Because that itself was late, which was 30.
സോ ലൈക്ക് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് വന്നല്ലോ, ഒരു വറവായി പോയി. I was happy for myself. Jekabinte Sagarajam for me today means everything in Malayalam cinema that it has given me so far. And this is only possible by one person, Vineet Srinivasan. Definitely. And we are able to still, actually still look out for some good space mutually. And meendum, if I collaborate with him again, thankfully, it should be a good script that he's going to write. Obviously, it will be something. There will be a takeaway being his cinema. I always want to be a part of his cinema. If not, at least always vouch for him, We would love to see you both working together again on screen. Absolutely, but in Tamil we say அந்த மாதிரி தீனி போடணுங்கிறது. So he also believes in that. சும்மா ஏதோ ஒன்று கொடுத்தாங்கிறது வந்து அந்த ஆஷனை கூப்பிட்டுக்கிட்டாங்க பண்ணி கூட இருப்பாப்பிலங்கிறது அதில் குவாலிட்டியும் இல்லை, அதில் வேல்யூவும் இல்லை. സോ അതിലൊരു എന്താ പറയുക, ആ സൗഹൃദത്തിന് മാത്രം നോക്കാതെ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ക്വാളിറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടുപേർക്കും അതൊരു മ്യൂച്വൽ ബെനിഫിറ്റും ആവും, മ്യൂച്വൽ പോസിറ്റിവിറ്റിയും ആവും. അല്ലെങ്കിൽ ഞാൻ പുള്ളി എനിക്കൊരു ഇപ്പോൾ ആരെങ്കിലും എനിക്കൊരു അവസരം തരുന്നത് കൊണ്ട് എനിക്ക് ഇവിടെ ഈ അവസരം കിട്ടിയത് കൊണ്ട് എനിക്ക് ഒന്നും ഇപ്പോൾ മിണ്ടാൻ വയ്യ. കാരണം ഇപ്പോൾ അവസരം കിട്ടി, ഇപ്പോൾ ഇനി ഞാൻ മിണ്ടിയാൽ പിന്നെ അവസരം കിട്ടിയപ്പോൾ നിനക്കിപ്പോൾ സംസാരിക്കാം അല്ലേ എന്ന് അവർ തോന്നാൻ പാടില്ല എന്നുള്ളൊരു ചെറിയ ഫിയറും ഇൻസെക്യൂരിറ്റീസും ഒക്കെ ഉണ്ട് ഇപ്പോഴും. Whether should I talk back, whether should I respond, should I even respond, all of that. So that is something that is always a parameter for me of how much I can talk and how much I should not talk. And but Jekabinte Sagarajam is absolutely, undoubtedly the thing which I did not believe in so much then. I was happy for it. But now it has become like my everything. Like how it has been proving to be my everything in Malayalam cinema. To sail through so much. So ഇപ്പോഴായിരിക്കും ഒരു പക്ഷെ റിയലൈസ് ചെയ്യുന്നതല്ലേ ഇത് എത്രത്തോളം അത് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ ഇത് it's like wine. It's like fine wine. The more and more it ages, the more and more it understands, Right. There's an understanding about the same success then and now. Right. That evolution is something that you definitely need to have. Otherwise, there's no point. There's something that you have to take away, learn from so many years. It doesn't matter what rate of success you're in, as far as you're existing, you're coexisting in the same industry, in the fraternity, and you are considered valid. ആളുകൾക്ക് എന്താ പറയുക, നിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു റേഷ്യോ എപ്പോഴും ഉണ്ട്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 20% ആളുകൾ എന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പ്രോജക്ട്സും കിട്ടുന്നതും പിന്നെ ഞാൻ അന്വേഷിച്ച് പോകുന്നതും. സോ Jekabinte Sagarajam today definitely, if I get the same Jekabinte Sagarajam scale of films on a hat trick, then I'll be somebody else. I will not change. But in people's eyes, I'll be somebody else, the same person. Because dynamics, അതിന് ഒരു വലിയ മാറ്റം, നമുക്ക് വല്ലാത്ത മാറ്റം കാണും ആളുകൾ സ്വീകരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, എവിടെ പോയാലും ആളുകൾ ആരായാലും എന്നെ ബഹുമാനിക്കുന്നുണ്ട്. എനിക്ക് ആ കിട്ടുന്ന ഒരു റെസ്പെക്റ്റും റെക്കഗ്നിഷനൊക്കെ വല്ലാതെ എന്നെ മൂവ് ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനിച്ച തമിഴ്നാട്ടിലേക്കാളും ഇവിടെയാണ് എൻ്റെ പ്രോത്സാഹവും, എനിക്ക് എൻ്റെ ഈ സ്വീകരിച്ചതും എല്ലാം ഇവിടെയാണ്. തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ തമിഴ് സെറ്റിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ മലയാളിയാണെന്നാണ് വിചാരിക്കുക, അവർ ചേട്ടനാണ് കേട്ടിട്ടുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതെ കേരള ആർട്ടിസ്റ്റുங்க, മലയാളം ആർട്ടിസ്റ്റുங்க அப்படின்னு சொல்லுவாங்க. எனக்கு பெருமையாக இருக்கும் ஆக்சுவலாக. அது ശരിക്കും ஒரு ஆக்டரை സംബന്ധിച്ചിടത്തോളം ഒരു വലിയ பார்க்குறாங்க. மலையாளம் ஆர்டிஸ்ட்டுங்க, கேரளா ஆர்டிஸ்ட்டுங்க, உடனே அப்படி பார்க்குறாங்க. ஏன்னா கேரளா அப்படி நிற்கிது. അവിടെ പിന്നെ കേരള ഭയങ്കര മാസമാണ്, 1 മാസമാണ് അവിടെ. അവിടെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമകളും ആക്ടേഴ്സും ആയിരിക്കാം അവിടെ ഏറ്റവും അക്സെപ്റ്റൻസ് ഉള്ളത്. നമുക്ക് അതായത് നമുക്ക് ഇവിടെയും മലയാളത്തിൽ കേരളത്തിൽ തമിഴ് സിനിമകൾ ഇറങ്ങുമ്പോൾ ഇവിടെ ഭയങ്കര സെലിബ്രേഷൻ ആണ്, ഭയങ്കര ആഘോഷമായിരിക്കും. വിജയുടെ രജനികാന്ത് സാറിൻ്റെയും ഒക്കെ സിനിമകൾ ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ ഉള്ളത് ഇത് കാണാറുണ്ടോ അവിടെ? അയ്യോ, അപ്പോൾ മൈ ലാസ്റ്റ് ഫീവർ ദാറ്റ് ഐ സോ വാസ് എക്കോ.
പീപ്പിൾ ലൗഡ് എക്കോ. അതിനു മുമ്പ് ഒബ്വിയസ്ലി ആവേശം അങ്ങനെ നിൽക്കുകയാണ്, ആവേശം സെലിബ്രേഷൻ ആയിരുന്നു. പക്ഷെ അതല്ലാതെ അത് കൂടാതെ എക്കോ കണ്ടിരുന്നു. കിഷ്കിന്ത കാണും ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഭയങ്കര ഫോളോയിങ് ഉണ്ട് അവിടെ. പിന്നെ ഉണ്ടല്ലോ അയ്യപ്പൻ കോശം വരെ എല്ലാവരും എല്ലാ സിനിമകളും ഇങ്ങനെ കണ്ട് അവരുടെ ചേട്ടൻ്റെ മാസം, ആവേശം, അങ്ങനെ കുറേ പേർക്ക് മലയാളം സിനിമ ആയിട്ടുള്ളൊരു യാതൊരു അട്രാക്ഷൻ ഇല്ലാതെ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഈ പലരും സംസാരിക്കുന്നത് കൊണ്ട് നമുക്കും കാണാം ആ എന്താണ് മലയാളം സിനിമ എന്ന് കാണുന്നവരുണ്ട്. അവർ വളർന്നിട്ടുണ്ട് ആ റേഷ്യോ, മനസ്സിലായല്ലോ. അതായത് ഇത് ടോക്ക് ഓഫ് ദ ടൗൺ ആയതുകൊണ്ട് നമുക്കും കാണാം എന്ന് പറയുന്ന കാര്യം. ഒരു കമ്പൾഷൻ ഉണ്ട് അവിടെ, ഒരു പിയർ പ്രഷർ. ഓക്കെ, സോ there are people who have always followed Malayalam cinema, and there are people who want to follow Malayalam cinema to be able to be valid in a conversation or something spoken about Malayalam cinema. കാരണം എല്ലാവരും അതിനെ കുറിച്ച് സംസാരിക്കും. പ്രേമം, ഞാൻ ഇന്നലെ വാഴട്ട് കൊണ്ടിട്ടോ, ഷോ അൽഫോൻസ് ചേട്ടൻ പൊളിച്ചു, എല്ലാവരും പൊളിച്ചു. വിജയബാബു സാർ, ബ്രദർ, അണ്ണേ കളിക്കിട്ടിങ്ങനെ വേറെ ലെവലാണ്. ശരിക്കും ഈ OTT കോവിഡ് ടൈമിൽ OTT ബൂം ഉണ്ടായ സമയത്ത് കുറച്ചും കൂടി ആളുകൾ മലയാളം സിനിമ കണ്ടു തുടങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ ആ സമയത്ത് മറ്റേ മാലിക്കൊക്കെ വന്നപ്പോൾ സിയു സൂൺ വന്നു, പിന്നെ കുറേ സിനിമകൾ ആ സമയത്ത് വന്നല്ലേ. അതെ അതെ. അപ്പോൾ എല്ലാവരും പല കൾട്ടൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിരുന്നു ആ സമയത്ത്. സിയൂസൂണൊക്കെ ശരിക്കും ഇൻഡോസിൽ വെച്ചിട്ടൊക്കെ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് അല്ലേ, ഇങ്ങനെ നമുക്ക് സിനിമ എടുക്കാൻ പറ്റുമോ, ഐഫോണിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടും ഒക്കെ നമുക്ക് തോന്നിയൊരു മൂവിയായിരുന്നു. I had always liked to be behind him for quite a while. ഞാൻ പ്രോജക്റ്റ് പിടിക്കും, പെട്ടെന്ന് തന്നെ കാണാമെന്ന് നമ്മളും വിചാരിക്കും. സാറിനെ ഞാൻ വിടില്ല. I really want to see it. So I got I don't know what to say after watching Patriot. Oof. I mean, I was excited, and I was watching Patriot trailer in a studio, so there were 4-5 people with me, and they all said one thing, like, man, this is like a ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന കമൽഹാസൻ രജനി സാർ പടം, കമൽ സാർ രജനി സാർ പടം ഇതിന് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമല്ലോ ഇപ്പോൾ. കാരണം അത് രണ്ടുപേരുടെ പ്രസൻസ്, ദ വേ ദ ട്രെയിലർ ഇസ് കട്ട്, ഓരോ ബോൺ അൾട്ടിമേറ്റും ആ ഒരു ബോൺ സീരീസ് ഫീലാണ് വരുന്നത്. തീർച്ചയായിട്ടും ജോൺ വിക്ക്, ബോണ്ട് സീരീസ്, അങ്ങനെ ഭയങ്കര ഒരു ഇമ്പാക്റ്റാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ലൈക്ക് യുനോ ആക്ച്വലി ഹിന്ദിയിൽ ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി തരുന്നത് ഫർഹാൻ അക്തർ, എക്സൽ എൻ്റർടൈൻമെൻറ്റ്, ഫർഹാൻ സോയ, ഇവർക്ക് മാത്രം പ്രത്യേകിച്ച് ഒരു ഹോളിവുഡിലേക്ക് വരും. അതായത് ഇവരുടെ സിനിമ ആ മിച്ച ബോളിവുഡ് സിനിമേനേക്കാളും ഒറ്റപ്പെട്ട് ഇങ്ങനെ വേറെ രീതിയിൽ അങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ആവും. ഇപ്പോൾ ദുബായിലൊക്കെ വളർന്ന സമയത്ത് ഇപ്പോൾ ബോളിവുഡിൻ്റെ ഇൻഫ്ലുവൻസ് കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ശരിക്കും ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് മലയാളം തമിഴാണല്ലോ കൂടുതൽ ചെയ്തത്. ഇപ്പോൾ ശരിക്കും ഇങ്ങനെ തന്നെയാണോ വിചാരിച്ചത്? എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തിരുന്നു സിനിമ? ഇങ്ങനെ തന്നെയാണോ ഇമാജിൻ ചെയ്തിരുന്നത് സിനിമ ഇങ്ങനെ ആയിരിക്കും, എക്സ്പീരിയൻസ് ഇങ്ങനെ? ഒരിക്കലുമില്ല. കാരണം ആദ്യം സിനിമയെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് ആക്ച്വലി 11th ഒരു ഫാൻറ്റസി ആയിരുന്നു, 12th ഒരു ഫാൻറ്റസി ആയിരുന്നു. പക്ഷേ ആ 12th ഒരു റിയലൈസേഷൻ വന്നു, അപ്പോൾ നൗ യു ഹാവ് ടു ആക്ച്വലി സെലക്ട് സംതിങ്. വാട്ട് യു ഗോയിങ് ടു ഡു? എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം എനിക്ക് മീഡിയ ഫീൽഡിൽ കയറണം, എനിക്ക് തുറന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ആക്ടറാവണം എന്നൊക്കെ. എന്നിട്ട് എൻ്റെ ഫസ്റ്റ് ഇയർ കോളേജിൽ ഞാൻ ആക്ടറാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അവസാനത്തെ സർജറിയുടെ മുമ്പായിരുന്നു ആ ഫേസ്, 2005 മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാവരും ആ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങനെ പേര് പറഞ്ഞ് എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ എല്ലാം പറയുന്നു, എന്തിനാണ് ഇതിവിടെ വന്നത്, ഈ കോഴ്സ് എന്തിനാണ് ജോയിൻ ചെയ്ത്, എന്താണ് ആവേണ്ടത് എന്നൊക്കെ എല്ലാ ലക്ഷ്യങ്ങളും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനും എവിടെ നിന്നാണ് എന്താണ് എനിക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ജീവിതത്തിലെല്ലാം പറഞ്ഞിട്ട് എൻ്റെ ഒരു ചാൻസ് വരുന്നു. നീ എഴുന്നേറ്റ് നീ പറഞ്ഞു എൻ്റെ പേര് അശ്വിൻ കുമാർ, ചെന്നൈ ഇതാണ് അതാണെന്നൊക്കെ എല്ലാം പറഞ്ഞിട്ട് എനിക്ക് സിനിമയിൽ കയറണം, എനിക്ക് വലിയ ആക്ടറാണ് എന്ന് തുറന്നു പറഞ്ഞു. ചില സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാതെ ചാടും എന്ന് പറയില്ലേ, ഇനി ചിന്തിക്കണ്ട ചാടും
എന്ന് പറയില്ല. അപ്പോൾ അങ്ങനെ എങ്ങനെയോ ഏതോ ഒരു ധൈര്യം ഞാൻ അന്ന് പറഞ്ഞുപോയി. ചിലവരുടെ അടുത്ത് മാത്രമാണ് പറഞ്ഞത്, പക്ഷെ പബ്ലിക്കായിട്ട് ഇത്രയും പേരുടെ മുമ്പിൽ പറഞ്ഞ ഒരു ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അതാ. ആദ്യമായിട്ട് ഇത്രയും ധൈര്യമായിട്ട് എൻ്റെ ഇത് പറഞ്ഞാലോ എന്ന്. അപ്പോൾ എനിക്ക് കുറച്ച് ഈ രഹസ്യമായിട്ട് എന്താ പറയുക, കേൾക്കാൻ കഴിയുന്ന രഹസ്യങ്ങൾ അറിയാമല്ലേ, ഈ ഹസ്കി വോയിസ് ഒക്കെ. അപ്പോൾ അങ്ങനെ കുശു കുശുന്നും നമുക്ക് എന്തോ കേൾക്കാൻ പറ്റും, ചിരിയൊക്കെ കേൾക്കാൻ പറ്റും ബാക്ക് സൈഡിൽ. എന്നിട്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുക. ഓക്കെ, സോ വി ആർ ടോക്കിംഗ് അബൌട്ട് 20 years. 2015, we are in 2026. No, 2005, 2026. Okay. അപ്പോൾ you cut back to that day. What gave me that confidence to tell that? I don't know. What has brought me so far to accomplish that, what I said that day? Can I actually take credit of it? If I can, എത്ര ക്രെഡിറ്റ് എടുക്കാൻ പറ്റും എനിക്ക്? ഇതൊക്കെ ഒരു ചോദ്യമാണ്. When I feel something stops me before I become very proud about where I am today or what I have done, what I have proven, all that. There is a small hesitation because don't think you're very powerful, Ashwin. There's something that will tell me inside. You think Ashwin Kkumar has done all of this. It's just a pattern. Everything has worked in favor. You've done your effort or whatever it is. And that effort also comes from my own discipline. And, you know, whatever I thought was necessary to practice as a craft and make all of this so strong in my muscle memory that even the doctors, on the other hand, have done such work that I'm able to be presentable in this particular shape in front of you today. ശരിക്കും ഈ ആക്ടർ ആവണം എന്ന് സ്കൂളിൽ പറഞ്ഞല്ലോ, പറയുന്ന സമയത്ത് സ്കൂളല്ല, കോളേജ് ഫസ്റ്റ് ഇയർ ആ ഒരു കോൺഫിഡൻസ് ശരിക്കും എങ്ങനെയാണ് ഉണ്ടായത്? കാരണം ജനിച്ച സമയത്ത് ഒരു സ്പീച്ച് ഡിസബിലിറ്റിയോട് കൂടിയാണല്ലോ, ബയലാറ്ററൽ ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടായിരുന്നു ആൻഡ് ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ജനിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം സംസാരിക്കാനും ഒക്കെ വളർന്നു വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാറ്റിൻ്റെ ഒരു പാസേജ് ഉണ്ടല്ലോ, അത് ഓപ്പണാണ്. അത് അപ്പോൾ നേസൽ ഇത് എല്ലാം baby cannot be breastfed. So never had my mom's milk. So literally on, you know, whatever nutritious could be given to me, that too with a lot of difficulty, that I cannot chew everything. Like, you know, in porridge, and even the milk or anything can be given only in a particular angle. Otherwise it will go up. കാരണം അത്രയും ഓപ്പൺ ആണ്. അപ്പോൾ അടയ്ക്കാനും ക്രാഫ്റ്റ് ചെയ്യാനും അത് സ്ട്രോങ് ചെയ്യാനും, ഇപ്പം നമ്മൾ ജസ്റ്റ് ഈ ലെഗോ ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇത്. ഇത് ലിറ്ററലി യു ഹാവ് ടു ബി കാൽക്കുലേറ്റീവ് ഓൺ. ഇത് കീറി കഴിഞ്ഞാൽ ഇതിൽ നമുക്കിത് ചെയ്യാം, പക്ഷേ അത് ഫൗണ്ടേഷന് പോവോ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ചെയ്യണമെങ്കിൽ എന്ത് ടൈപ്പാണ് ഫൗണ്ടേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഐ ഹാവ് എ ബിഗ് സ്കാർ ഹിയർ വേർ ഇൻ വൺ ഓഫ് ദ സർജറീസ് മൈ ഗം വാസ് ഗ്രാഫ്റ്റഡ് ഫ്രം ഓൾ ദ bones, extra bones that they got from my hip. Gum undayilla appo. Yeah, I didn't have a gum, right? So it was all like that dental structure, the bonal structure was zero. They grafted it and brought it together, and it was only gum. It was just flesh. Then you also have to make and graft a teeth structure for the teeth. So in the skull that you see from a normal human being, I didn't have it in front. So this frontal bonal structure for the teeth is missing. So those chips are taken from my hip, and the bones were kept here. They were formed like a bridge, and then the pain that I was telling you is when the tissues catch up. They start meeting, they start gelling, they start you know, healing up, and then they patch up. Is, I don't know, some level of pain. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ്. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പം അതും ചൈൽഡ്ഹുഡ് കംപ്ലീറ്റ് ഇങ്ങനത്തെ ഒരു ഇത് കൺസ്യൂം ചെയ്ത് അതൊരു സബ് കോൺഷ്യസ് ട്രോമ ആണ്. ബിക്കോസ് അറ്റ് ദറ്റ് ടൈം യു ആർ നോട്ട് അവെയർ. ഐ വാസ് ബുളീഡ് ഇൻ സ്കൂൾ ആൻഡ് സ്കൂൾ ബസ് ഇന്റർവെല്ലൊക്കെ. But I was not aware of it because for some reason I just liked people talking to me, so I never
wanted to be neglected anywhere. I was always very watchful of that, and that thing is there inside me, that I want to be accepted everywhere. I think that's a very something very rooted. ചെറുപ്പകാലം മുതൽ ഒരു rooted ഒരു insecurity. Like, I just want to be accepted and all of that. It was for a very long time there. Now, thankfully, I've come out of that, and I'm absolutely very confident about, wherever I am and however I am, however lonely I am, I'm more better. When I'm with company, I'm with lovely company, always blessed with good company. Huh? I'm always blessed with, and there is somewhere, sometimes, always I feel, not talking great about myself, but I've been blessed with an aura like a kavacham or a vattam, where those who gel well are the only ones who are with me. I meet people who fortunately come into the same vibe, the same sync. ഒരു പക്ഷേ ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ ഇത്രയും ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നത് കൊണ്ട് അത്രയ്ക്ക് ഒരു റെസിലിയൻസ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു പക്ഷെ അങ്ങനെയായിരിക്കുമോ? ചെറുപ്പകാലം മുതൽ, സിൻസ് എ ടൈം ഐ നോ ഐ വാസ് കോൺഷ്യസ്, ആൻഡ് വാട്ട് എവർ ടൈം എനിക്ക് ഓർമ്മയുള്ള വരെ I couldn't cry easily. I still can't cry. So the crying is really acting that you see on screen, actually. Okay. I really can't cry. And if I cry, it'll be very rare. That's something that will sort of move me in whatever way that can actually trigger my tear glands. But why is it so? I don't know. കുഞ്ഞായിരുന്ന സമയത്താണ് തോന്നുന്നത് എനിക്ക് 1.5 വയസ്സോ എന്തോ 2 വയസ്സോ 1.5 പോലും ഇല്ല. I was on a stool. എൻ്റെ അമ്മ ഇങ്ങനെ തുണി ഉണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാൽക്കണിയിൽ പോയി ഇങ്ങനെ തുണി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഇത് കഴിഞ്ഞിട്ട് എന്നെ ആ മറ്റേ ബ്ലൈൻഡേഴ്സിൻ്റെ അടുത്ത ബ്ലൈൻഡേഴ്സ് അല്ലേ, ആ ട്രാക്കിൻ്റെ, ആ റെയിൽ ട്രാക്കിൻ്റെ അടുത്താണ് സ്റ്റൂൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിൽ ഞാൻ. അപ്പോൾ ഈ സ്ലൈഡിങ് ഡോർ അതുവരെ തുറന്നിട്ട് ഡോറിൻ്റെ അപ്പുറം പുള്ളി അമ്മയെ പോയി സൈഡ് കാണാൻ പറ്റിയില്ല, മാസ്ക്. അപ്പോൾ I tried to peep in and see. I fell directly on the rail, which was sharp, the door in the rail. But there was a big cut. You can see this cut here. Yeah. So that was a very big cut. I didn't cry. So, did I know to control emotions in that stage? Obviously no. So from the beginning, it has been like cut off. So that sort of takes me on a strengthening and weakening both aspects. It takes me on a very wild ride. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഫേസ് കടന്നു പോകാൻ. അതായത് എനിക്ക് കരയാൻ വേണ്ടിയിട്ടുള്ളൊരു എമോഷൻ വന്നാലും പുറത്ത് പിന്നെ അതൊരു ഈ ബാഡ് ആക്ടിങ് ഓഫ് ക്രൈങ് ആയിപ്പോകും. സോ I just have very deep breaths. I develop some kind of pain in the just behind this place in the back. Right here. I'll develop a strain there. I can see all physical disturbances happening, but that thing won't come. But I burst into tears when I laugh. Okay. I burst into tears. I can only feel tears when I'm actually cooling in a chirikile. So when I laugh is the only time actually I see tears. ഓക്കെ. അപ്പം ശരിക്കും ഒരു ആക്ടർ ആകുമ്പോൾ വൾണറബിൾ ആവാൻ പറ്റുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? സോ ആക്ച്വലി ഇതിങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ മ്യൂസിക് എന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. ഓക്കെ. I depend a lot on music. Music is my breath. Like if you see my Spotify or my hardly you will see the artist lyrical kind of songs. Most of them will be scores, instrumentals, or progressive, or house, techno, or orchestral. അങ്ങനെ ഒരു സംഭവം ആയിരിക്കും. Obviously Zimmer sir, Rahman sirs, Ilayarajas, all their scores, they trigger the thing. So they trigger the character's emotion inside. In Dhuruvangal Pathinaaru, I was definitely going on a trip, and that was original tears. When I look at the mirror and I start crying, then that came. Then I used a bit of glycerin just to like top it up. But yeah, there are very few times. Is one experience for me where in the climax when after we win, after I come from the crowd and we win and all of that,
ആൻഡ് ദെൻ ഐ ഹാവ് ഒരു ഗർജന ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു അലർച്ച ഉണ്ട്. അലർച്ച കഴിഞ്ഞിട്ട് ആ ഒരു കൊച്ചയെന്ന ഒരു വിളിയുണ്ട്. അതിനു മുമ്പ് ആ ഒരു മൊമെന്റ് ഓവർ there felt very real. Like everybody was in the moment. Everybody was in the moment while it was rolling. And it moved all of us. And we are all happy for the teams winning in real during the shot. Very rarely you come across such moments. Same thing with Dhuruvangal Pathinaaru. There was a track that I was hearing continuously, only one track looped for God knows how many days. That team was terming me psycho nani. That's how അങ്ങനെ അവർ it's an award-winning Spanish film. For Your Eyes, The Secret in Their Eyes, it's called. അതിൻ്റെ ഒരു സ്കോർ ഈ കാർത്തിക് നരേൻ പയ്യനാണ് എനിക്ക് തന്നത്. ആ സിനിമ ആ ട്രാക്ക് കേട്ടത് മൊത്തമുണ്ട്. ഒരു സമയത്ത് ഒരു it was just part of my breath. That's why I said it will be part of my breath. എൻ്റെ ശ്വാസം പോലെ ആയിപ്പോവും ആ ഒരു ട്രാക്ക് എൻ്റെ മനസ്സിൽ. Like what breath you hear, the sound, what breath you hear subconsciously, you don't focus on it, but you can hear your breath. Right. That will be it. That is how I was also able to be dancing for treadmill dance without music while dancing. Without music ആണത് Yes. ചെയ്തത്. Okay. Because when you record, you can't play music. So this is my biggest superpower I have. If somebody has to call me, if you think you're superhuman, what is your superpower? That is this. To observe, mold, adapt, and reproduce. That even I am surprised how I do it. So basically, even that is not my credit or merit. What I've done with that is my merit. But to possess that, അതെൻ്റെ ക്രെഡിറ്റ് അല്ല. എൻ്റെ കണ്ണും മൂക്കും വായും കൈയും കാലും അതിൻ്റെ ഒപ്പമൊക്കെ വന്ന പോലെയാണ് ഈ ടാലൻറ്റ്. അപ്പോൾ അത് നമ്മുടെ വർക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ ശരീരവും ഈ കോൺഷ്യസ് മൈൻഡും കൊണ്ട് നമുക്ക് എന്ത് സാധിക്കാൻ പറ്റും എന്ന് എടുക്കുന്ന ശ്രമത്തിലാണ് നിനക്ക് എത്ര ക്രെഡിറ്റ്സ് നിനക്ക് വേണം എന്നുള്ളവരാണ്. ആ ഒരു കാര്യമാണ്. ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ അവർ എഫേർട്ടിൻ്റെ മാത്രമാണ് ക്രെഡിറ്റ്, വേറെ ഒന്നുമില്ല. ഇമോട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഉള്ളതെന്ന് തോന്നിയിട്ടുള്ളത് ഏതാ? ദേഷ്യം. എക്സ്പ്ലോർ ചെയ്തിട്ടില്ലല്ലോ. ദേഷ്യം, betrayal. ഇത് ഹാസ് ബീൻ വെരി കോമൺ ആക്ച്വലി. ഇപ്പോൾ ചാർമിനാർ ആയാലും ധ്രുവങ്ങൾ പതിനാറായാലും എല്ലാം ഇങ്ങനെ ചതിച്ച് ഒരു ബിട്രയലിലാണ് പിന്നെ വീണ്ടും അയാൾ വേറെ സ്വഭാവത്തിലേക്ക് മാറുന്നത്. ബിഫോർ ഗെറ്റിംഗ് ബിട്രേഡ് എന്ന് പറയുന്ന ഫേസ് ഉണ്ട് ധ്രുവങ്ങൾ പതിനാറിലും ശരി. പിന്നെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദ ക്യാരക്ടർ has a very big impact on the artist, the human playing the character, because it drains. I remember മെട്രോയുടെ സീനുണ്ടല്ലോ, അന്ന് ആ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെയാണ് വന്നത് വണ്ടിയിൽ. വീട്ടിലേക്ക് തിരിച്ചു വന്നത് ഇങ്ങനെയാണ്, കഴിക്കണമെന്ന് വേണ്ട ഞാൻ പറഞ്ഞു ഇങ്ങനെയായിരുന്നു. ബിക്കോസ് ഐ വാസ് സോ മച്ച് ഓഫ് I had to feel the character's pain. It's not like method acting and all that. At that minute, what you give, that you don't understand. You're not aware of it. അതങ്ങ് ആ സമയത്ത് കൊടുത്തു പോവും. After all that is done is when ആ പ്രാന്ത് ഇറങ്ങിയിട്ടുണ്ടാവും. മനസ്സിലായില്ല? ആ കിക്കും ആ ലഹരിയൊക്കെ, അതേ ലഹരി എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ബിൽഡപ്പ് ഓഫ് ദ ക്യാരക്ടേഴ്സ് എമോഷൻ ആൻഡ് ബ്ലാസ്റ്റിംഗ് അറ്റ് ആക്ഷൻ. ആ ബിൽഡപ്പ് ഉണ്ടല്ലോ, അത്രയും ബ്ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ദി എനർജി ദാറ്റ് ഗോസ് ഔട്ട് ഇൻ ദാറ്റ് ഈസ് ലിറ്ററലി ലൈക്ക് ഒരു ട്രാൻസ് വന്ന് പോയ പോലെ. ബിക്കോസ് യു ഹാവ് ടു ഗിവ് യുവർ എവറിത്തിങ് ദാറ്റ് ദ ക്യാരക്ടർ ഈസ് എക്സ്പീരിയൻസിങ്. ഹി ഈസ് ബ്ലഡി ഫ്രസ്ട്രേറ്റഡ്. ഐ ഹവ് ഗിവൻ യു മണി, നൗ ഗിവ് മൈ മണി ബാക്ക്. Now I am stuck like the way your dad is stuck. I am betrayed by the way your dad was betrayed. Now I need my money. I helped you at the time when I helped you. Now effing give my money.
So that is the kind of extreme measure that the character wants to take. Now, I'm not coming to the real character. This is the real character because the real Yeah. was in a completely different mode. Like, Okay. you know, he definitely did want the family to go through like a very sadistic way. Well, if you had given, as far as we see Murli Menon, as far as they have probably even kept giving him something, he wouldn't have reacted that way. When you see no sign at all, Right. and 3.5 million dirhams is not a small amount. Okay, so yeah, so I'm my characters are all villain or called the so-called negative because I show anger. Dhuruvangal Pathinaaru, I see my mentor hugging the person who is responsible for this disastrous life that I'm undergone. Lost 5 years of my life, no identity, everything has changed. I look like something else. Why the F am I given the second chance? Now, what should I do with this new faces thing? Then he wants to search for answers. And finally, he gets to, come to the doorway of Deepak sir. And then he's hugging the person who ran away, who's the criminal. So that betrayal. So he comes back with that thing that, I'm sorry, I don't deserve to live. നാവരാവത്തെ തീരുമാനത്തിലാണ് വരുന്നത് തോക്കുമായിട്ട്. So that betrayal is something that I think I've been tested on, and that way anger is something that is very. I don't show anger usually in real life. I take advantage of the shot. ഓക്കെ. ശരിക്കും ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യുമ്പോൾ ഡു യു തിങ്ക് ഇറ്റ്സ് ഈസിയർ ടു റിവീൽ യുവർ ആക്ച്വൽ ക്യാരക്ടർ or to Those shades hide will behind come it? sometimes. The shades will come. Or is it easier to hide behind the character? It's very easier to hide. It's very easier. Huh. It's like a cheetah or some other chameleon in camouflage. അത് അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് പല പല സാധനങ്ങൾ, അതായത് ഈ ചില മൂഡുകളിൽ ഉണ്ടാവുന്ന സത്യാവസ്ഥ, അകത്ത് മാനസികാവസ്ഥ, ആ മൈൻഡ് സെറ്റിൽ വരുന്ന പ്യൂർ എമോഷൻസ് ഒരിക്കലും ഞാൻ പുറത്ത് കാണിക്കത്തില്ല. എനിക്ക് മറ്റവരുടെ കുറിച്ച് എനിക്കറിയില്ല, അങ്ങനെ ആരും കാണിക്കത്തില്ല എന്ന് ഞാൻ കാണിക്കത്തില്ല. അതൊക്കെ എവിടെയെങ്കിലും എക്സോസ്റ്റ് ആവണം, അല്ലെങ്കിൽ അകത്ത് തന്നെ അത് ടോക്സിക് ആയി പോകും. അപ്പോൾ ആക്ടിങ് ഗിവ്സ് മീ ദ ബിഗ്ഗസ്റ്റ് എവർ support to travel, to be in nature. അതൊരു വല്ലാത്തൊരു റാപ്പമാണ് കേട്ടോ എനിക്കും പ്രകൃതിക്കും. ഈ ദുബായിൽ തന്നെ ഇങ്ങനെ ഗോൾഡൻ ചിക്കായിട്ട് ഇങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. pampered, not seen much struggle at all, thanks to my father and for the life that he gave us. But to understand, always like to be locked inside. Shoot is something that always excites me. For one thing is that for the built up trauma and baggage of being adachified, there is a kid inside me who's like, yeah, when I hear shoot. As in, especially, mountain or, ഭയങ്കര റൂറൽ സൈഡോ അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ നേച്ചറിലുള്ള ഫോറസ്റ്റ്. മൈ ഫ്രണ്ട്സ് ഓൾവേസ് മേക്ക് ഫൺ ഓഫ് മീ. വീരപ്പൻ എവിടെ മോശമായപ്പോ പ്ലേ ചെയ്തേ, எப்போ கேட்டாலும் காடுறா, எப்போ கேட்டாலும் காடு, அங்கே ரேஞ்ச் இருக்காது, ஏதாவது காட்டில் போயிருப்பான். உனக்குன்னு எப்படா காடுலயே அமையுது, ഇങ്ങനെയാണ് എന്നടുത്ത് ചോദിക്കുന്നത്. Like I've been in forests like almost 80% of my shoot life in 10 years. എന്ത് കാരണമാണ്, പോലീസായാലും കാട്, പോലീസായാലും കാട്, പിന്നെ എന്താ പറയുക മറ്റേ വേറെ ഒരു കാട്ടാനോ അങ്ങനെ ഒരു ഭയങ്കര ഈ ചെങ്കന പോലത്തെ ക്യാരക്ടേഴ്സ്. വദന്തി എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്തു എസ് സൂര്യ സാറുമായിട്ട്. ഭയങ്കര അതും ഒരു ഭാഗ്യമാണ്. And it was again like my re-entry in Tamil, I can say. കുറേ പേര് ശ്രദ്ധിച്ചു. വദന്തി കാരണമാണ് ക്യാപ്റ്റൻ മില്ലർ എനിക്ക് കിട്ടിയത്. അങ്ങനെ that is something which sort of
gave me a different side. But yeah, in forests, like there's something about forests. There is always something that it sort of feels like I'm on mother's lap, because how much you would have missed it. That concrete jungle, typically buildings, flats, this, that, buildings. Unless and until you actually go for a trip somewhere, you don't have nature. So when തുടർന്ന് ഇങ്ങനെ 15 ദിവസങ്ങൾ 20 ദിവസങ്ങളുടെ ഷെഡ്യൂളാണ്, അല്ലെങ്കിൽ 2 ആഴ്ച ഷെഡ്യൂൾ, ഒരാഴ്ച ഷെഡ്യൂൾ എന്ന് വെച്ചാൽ മൊത്തം കാടാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിലായാലും അല്ലെങ്കിൽ കൊടൈക്കനാലിലായാലും അല്ലെങ്കിൽ എവിടെയായാലും തമിഴ്നാട്ടിൽ, എനിവേർ. സോ that particular thing is what I'm enjoying now because of acting. So again, even in character wise, what all I can't be at different moments, I channelize it through characters' emotions and I put it there silently so they look real.